മദ്യനയ അഴിമതി കേസിൽ കടുത്ത നടപടി തടയാൻ ഹർജി നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത്. ഇഡിക്ക് മുന്നിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് കോടതി ഇന്നലെ കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കവിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തടയാനുള്ള അടവുകൾ തന്നെയാണോ അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? KP 9 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ സമൻസ് അയച്ചത്. പക്ഷേ ഒരു തവണ പോലും ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറാകുന്നില്ല. അതിനാലാണ് തുടർച്ചയായി സമൻസുകൾ അയക്കേണ്ട സാഹചര്യം ഇഡിക്ക് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതി രൂക്ഷ വിമർശനവും ചില പ്രസക്തമായ ചോദ്യങ്ങളും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തി. എന്തുകൊണ്ടാണ് താങ്കൾ ഈ സമൻസിന് കൃത്യമായ മറുപടി നൽകുകയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് സഹകരിക്കാത്തത്? താങ്കളൊരു ഭാരതീയ പൗരനാണ് എന്ന കൃത്യമായ ബോധ്യം വേണം എന്ന താക്കീത് കൂടി ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ്. അദ്ദേഹം പറഞ്ഞത്, സ്വാഭാവികമായും ചോദ്യം ചെയ്യലിനെ ഭയപ്പെടുന്നില്ല, പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ അറസ്റ്റിനെയാണ് ഭയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജയിലിൽ അടയ്ക്കുവാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്ന ന്യായീകരണമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വീണ്ടും പുതിയൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്നു. ഈ ഹർജിയുടെ അടിസ്ഥാനം എന്നത് അടിയന്തരമായ അല്ലെങ്കിൽ പെട്ടെന്നുള്ള നീക്കങ്ങൾ തനിക്കെതിരെ ഉണ്ടാകരുത് എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് സമൻസ് അയച്ചത്. ഇന്ന് ഹാജരാകണം, മാർച്ച് 21-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ 9ാമത്തെ സമൻസ് അയച്ചത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ വിട്ടുനിൽക്കുന്നു. മാത്രമല്ല തനിക്കെതിരെ അടിയന്തര നടപടികളൊന്നും സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ പുതിയ ഒരു ഹർജിയും നൽകിയിരിക്കുകയാണ്. അതേസമയം കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ട് BJP കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡൽഹിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും കെജ്രിവാളിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നത് എന്ന ചോദ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. കാരണം 9 തവണ സമൻസ് അയച്ചിട്ടും തനിക്ക് മറ്റു ഭയമില്ല എങ്കിൽ, അതായത് പരിശുദ്ധമാണ് താങ്കളുടെ കൈകളെങ്കിൽ പിന്നീട് കെജ്രിവാൾ എന്തുകൊണ്ട് ഈ സമൻസിന് മറുപടി നൽകുകയോ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ ചെയ്യുന്നില്ല? അതിനാൽ കെജ്രിവാൾ ഈ അഴിമതിയിൽ കൃത്യമായി പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ EDയുടെ പക്കൽ ഉള്ളതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും സ്കിപ്പ് ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ BJPയുടെ ഡൽഹി ഘടകവും ദേശീയ നേതൃത്വവും ഉന്നയിക്കുന്നത്. KP ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.